പോലീസിനെ തല്ലിയിട്ടും കേസ് പോലീസിന് തന്നെ. തിരുവനന്തപുരത്ത് ഷോപ്പിംഗ് മാളിൽ പോലീസുകാരൻ SFI പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിൽ പോലീസുകാരനെതിരെ കേസെടുത്തതിൽ സേനയ്ക്കുള്ളിൽ അമർഷം. SFI പ്രവർത്തകന്റെ പരാതിയിലാണ് പോലീസുകാരനും സഹോദരിക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. അതേസമയം SFI പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ നേരെയുള്ള ആക്രമണം ജനാധിപത്യ കേരളത്തിന് അപമാനമാണെന്ന് കേരള പോലീസ് അസോസിയേഷൻ നിലപാട് അറിയിച്ചു. ശംഖുമുഖത്ത് പുതുവത്സരാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ ഉണ്ടായപ്പോൾ സ്വീകരിച്ച പോലീസ് നടപടിയാണ് സംഭവങ്ങളുടെ തുടക്കം. ശംഖുമുഖം സംഭവത്തിന് പിന്നാലെ AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥൻ മിഥുൻ റോയ് മെഡിക്കൽ അവധിയിലായിരുന്നു. ഇതിന് പ്രതികാരമായാണ് തിരുവനന്തപുരത്തെ മാളിൽ സഹോദരിയുമായി എത്തിയ മിഥുനെ SFI പ്രവർത്തകർ പിന്തുടർന്ന് ആക്രമിച്ചത്. മിഥുനും സഹോദരിക്കുമെതിരെ തടഞ്ഞു നിർത്തൽ, അസഭ്യം പറയൽ, മർദ്ദനം, ആയുധം ഉപയോഗിച്ച് ആക്രമിക്കൽ തുടങ്ങിയ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. എന്നാൽ മർദ്ദിച്ച SFI പ്രവർത്തകർക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയും വഞ്ചിയൂർ പോലീസ് കേസെടുത്തു. പോലീസ് നടപടി രാഷ്ട്രീയ പ്രേരിതമെന്നാരോപിച്ച് സേനയ്ക്കുള്ളിൽ തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട്. നിയമപാലനം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥന് സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ ഡിപ്പാർട്ട്മെന്റും സർക്കാരും സ്വീകരിക്കണമെന്ന് കേരള പോലീസ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. CPM ഗുണ്ടകൾക്ക് പ്രിവിലേജ് നൽകുന്ന സർക്കാരെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. പ്രതികളാകുന്ന സ്വന്തക്കാരെയും CPM ക്രിമിനൽ സംഘങ്ങളെയും ആഭ്യന്തരമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുന്ന പിണറായി വിജയൻ ചേർത്ത് പിടിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും കുറ്റപ്പെടുത്തി. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.